ഹായ്. അപ്പൊ എല്ലാവർക്കും ഓണാശംസകളാണ് ആദ്യം തന്നെ പറയുന്നത്. ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒരു ചെറിയൊരു മൂക്കുത്തി ഇല്ലേ? കൊതി കൊണ്ട് ഞാനൊരെണ്ണം വാങ്ങിയതാണ്. ശരിക്കും ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ട് കുറേയായി. അപ്പൊ ഇപ്പൊ യൂട്യൂബ് തുറന്നാൽ എവിടെയും ലോക സിനിമേന്റെ ആ ഒരു റിവ്യൂവും കാര്യങ്ങളും. ഹലോ, ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ. പിന്നെ ഓണത്തിന് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണത്തിന് അന്നൊക്കെ തിരക്കായിരുന്നു. ഞങ്ങൾ പുറത്തൊക്കെ പോയി മെയിനായിട്ടും കുട്ടികളെ കൂട്ടിയിട്ട്, അതായത് എൻ്റെ ഏച്ചീൻ്റെ മക്കളെല്ലാം കൂട്ടിയിട്ട് ഒന്ന് പുറത്ത് കൊണ്ടുപോയി അവരെ ഹാപ്പി ആക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഓണം നന്നായിട്ട് പോയി. ഓണത്തിന്റെ പിറ്റേന്നും അതിന്റെ പിറ്റേന്നൊക്കെ നന്നായിട്ട് പോയി. ഇപ്പം ലോക സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, യൂട്യൂബ് തുറന്നാല് നിറച്ചും അതാണ്. എന്റെ ഇവിടെ ഒരു മൂക്കുത്തി ഉണ്ട് കേട്ടാ, തൂങ്ങുന്ന മൂക്കുത്തി ഇല്ലേ, നമ്മളെ കല്യാണി പ്രിയദർശൻ ആ സിനിമയിൽ യൂസ് ചെയ്തിട്ടില്ലേ, അത് കണ്ടപ്പോ എനിക്ക് ഒരെണ്ണം വേണമെന്ന് വേണ്ടി ഞാൻ വാങ്ങിയതാണ്. എന്റെ മൂക്കുത്തി അത്ര സിമ്പിൾ ആയിട്ടുള്ളതല്ല, കുറച്ച് കനവും കട്ടിയെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇത് എനിക്കറിയില്ല, ഇത് തൂങ്ങി വീഴില്ലാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ലോക സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചത് ഇതൊരു ഇംഗ്ലീഷ് സിനിമയാണോ എന്നാണ്. കാരണം ഞാൻ ഇങ്ങനെ റിവ്യൂ കേൾക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ പറയുന്നുണ്ട് തിയേറ്റർ ഒക്കെ ഫുൾ ആണ്, കാണണം കാണണം കാണണം. അങ്ങനെ പോയി സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഈശ്വര ഇത് ഇംഗ്ലീഷ് സിനിമയാണോ. ഇംഗ്ലീഷ് മൂവി കണ്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു. പക്ഷെ അതിൽ ആ തുടക്കത്തിലുള്ള കാര്യങ്ങളല്ല, ഇത് പല ഭാഗങ്ങളും എനിക്ക് ഇംഗ്ലീഷ് സിനിമയെ പോലെ തോന്നിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. എന്താ പറയാ, കല്യാണി പ്രിയദർശന്റെ അഭിനയം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവരുടെ ഫാൻ ഒന്നും ആയിരുന്നില്ല ഞാനിപ്പോ അവരൊരു ഫാനാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ ആക്ടിങ്, അവരുടെ ഫൈറ്റ് എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളെ കള്ളിയങ്കാട്ട് നീലി, സിനിമയിലെ കഥ മുഴുവനൊന്നും ഞാൻ പറയുന്നില്ല. കള്ളിയങ്കാട്ട് നീലിന്റെ ആ ഒരു ക്യാരക്ടർ ചെയ്തതും ഭക്ഷണത്തിന് പകരം ബ്ലഡ് കഴിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പുതുമയായിട്ട് തോന്നിയിട്ടുണ്ട്. ശരിയാണ്, യക്ഷികളൊന്നും ചോറും കറിയൊന്നും തിന്നൂലെന്ന് മനസ്സിലായി. പിന്നെ നെസ്ലിന്റെ അഭിനയം എല്ലാം നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല അഭിനയമാണ്, പ്രത്യേകിച്ച് കല്യാണി പ്രിയദർശൻ. എനിക്ക് ചെറുപ്പത്തില് ഒരു പോലീസ് അല്ലെങ്കിൽ CID അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകാൻ ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ ആയില്ല അതൊന്നും. ഇപ്പോഴും ഞാൻ എൻ്റെ ലൈഫിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പലതിലും നടത്തലുണ്ട്, പലതും ഞാൻ കണ്ടുപിടിക്കലും ഉണ്ട്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ ഞാൻ വിചാരിച്ചു ഈശ്വര ഇത് ഞാനായിരുന്നെങ്കിൽ. അതില് ആ സിനിമയുടെ അകത്ത് അവര് നന്മയുടെ ഭാഗത്താ നിൽക്കുന്നത്. അതായത് അനീതി, അക്രമം, അങ്ങനെ മോശമായ കാര്യങ്ങളെല്ലാം അവര് ഇല്ലാണ്ടാക്കുന്നുണ്ട്. ഞാൻ കരുതി ഞാനായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ആരെയും കൊല്ലാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ചെറുപ്പത്തിൽ ഞാൻ വേണ്ടാത്ത കാര്യം കണ്ടാൽ ഞാൻ പറയും എനക്ക് അയാളെ കൊല്ലണം എന്ന് പറയും. പക്ഷെ ഇപ്പൊ ഞാൻ കൊല്ലണം എന്നൊന്നും പറയില്ല. ഞാൻ പറയും അവരൊന്ന് നന്നായിനെങ്കിൽ, അവരൊന്ന് ബുദ്ധിപരമായി ചിന്തിച്ചിനെങ്കിൽ, അങ്ങനെയെല്ലാം ഞാനിപ്പോ ചിന്തിക്കില്ല. അല്ലാണ്ട് കൊല്ലണം എന്നുള്ള ആ ഒരു ചിന്തയൊന്നും എനിക്ക് ഇപ്പൊ ഇല്ല. അതൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ വലുതായപ്പോ നമുക്കറിയാലോ അനീതിയും അക്രമവും ഒക്കെ നടക്കുന്നതിന് എന്തെല്ലാം റീസൺ ഉണ്ടാകും. ചില ആൾക്കാർ മൈൻഡ് ഒന്ന് മാറ്റിയാൽ, ചില ആൾക്കാരുടെ ചിന്താഗതി ഒന്ന് മാറ്റിയാൽ ആ അക്രമോ അനീതിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും സംഭവിക്കൂലല്ലോ. ഞാനിപ്പോ അങ്ങനെ ചിന്തിക്കല്. എന്നിരുന്നാലും അങ്ങനെ ഒരു ക്യാരക്ടർ എന്റെ റിയൽ ലൈഫിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അവര് ചെയ്ത ഫൈറ്റും കാര്യമെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവരെന്തായാലും സിനിമയിൽ ഹൈ ലെവലിൽ തന്നെ എത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ കള്ളിയങ്കാട്ട് നീലിന്റെ വ്യത്യസ്തമായ കഥാപാത്രം കാണണമെങ്കിൽ നിങ്ങൾക്ക് ആ സിനിമ കാണാൻ. കല്യാണി പ്രിയദർശന്റെ വ്യത്യസ്തമായ കഥാപാത്രം, വളരെ നമ്മളെ ഇരുത്തി സിനിമ മൊത്തം കാണിപ്പിക്കുന്ന ക്യാരക്ടറാണ്. നല്ല സിനിമയാണ്, എല്ലാരും പോയിട്ട് കാണണം. വേറെ എന്താ വിശേഷം? എല്ലാരെയും ഓണം നന്നായിട്ട് പോയില്ലേ? പോയിന്ന് വിചാരിക്കുന്നു. ഇനി ഓണം നന്നായിട്ട് പോകാൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിഷമത്തിൽ ഞാൻ പങ്കുചേരുന്നു. എല്ലാം നന്നായി വരും. നമ്മള് ലൈഫ് ഇങ്ങനെ ഡെയിലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ വിചാരിക്കുവേ, ഈവനിങ് രാത്രിയാകുമ്പോൾ കിടക്കാൻ നേരം ഞാൻ ഒറ്റക്കന്നെ പറയും അങ്ങനെ ഒരു ദിവസം കൂടെ പോയി, നമ്മുടെ ലൈഫ് ഒരു ദിവസം കൂടെ പോയി. പക്ഷേ നാളെ ഒരു ദിവസം വരുന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് വേണം. ആ പോസിറ്റീവായ ചിന്തയോടും കൂടിയിട്ട് കടന്നാൽ എല്ലാം ശുഭമായി തീരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ആരും സങ്കടപ്പെടേണ്ട, വിഷമിക്കണ്ട, എല്ലാം നന്നായിട്ട് വരും. പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ ലൈഫ് ഒന്ന് മാറിപ്പോകും. അനുഭവം കൊണ്ട് പറയണേ, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പൊ ഓണാശംസകൾ എല്ലാവർക്കും. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, എനിക്കും ഉണ്ടാവട്ടെ. വീണ്ടും വേറെ ഒരു വീഡിയോയുമായി ഞാൻ പിന്നെ വരാം. ഓക്കേ.